ശക്തമായ പ്രതികരണം ഈ വിഷയത്തിൽ വന്നത് രണ്ട് മുഖ്യമന്ത്രിമാരുടെ ഭാഗത്തു നിന്നാണ്. അത് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും. ഈ രണ്ട് മുഖ്യമന്ത്രിമാരുടെ ഭാഗത്തു നിന്നാണ് കർക്കശമായി ഇതിൻ്റെ ഈ ഗൗരവം നമുക്ക് മനസ്സിലാക്കുന്ന തരത്തിലുള്ള, അത് പൊതുസമൂഹത്തിന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു പൊതു അവസ്ഥ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ 80%, അതായത് 80%, 2023 കണക്ക് പ്രകാരം 80% ഉന്നത ജാതിക്കാർ മാത്രമുള്ള ഒരു ജുഡീഷ്യറിയാണ് നമുക്കുള്ളത്. ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ നീതികേടുകളിൽ, പരിമിതികളിൽ ഒന്നതാണ് എന്ന് പറയും. തീർച്ചയായും ഈ ഭരണഘടനയെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. ഭരണഘടനയെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അതിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഈ ജുഡീഷ്യറി. പക്ഷേ ആ ജുഡീഷ്യറിയെ കൈയാളുന്നത് ഒരിക്കലും ഈ പ്രാതിനിധ്യ സ്വഭാവത്തോടെയുള്ള ഒരു പങ്കാളിത്തമുള്ള ഒരു സംവിധാനമല്ല എന്നത് ഒരു യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പല കാരണങ്ങൾ പറഞ്ഞ് ഈ ഒരു സാഹചര്യത്തെ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊളീജിയം സംവിധാനത്തിൻ്റെ ഒരു പ്രശ്നമാണ്. പരമ്പരാഗതമായി അങ്ങനെ കാലങ്ങളായി ജഡ്ജിമാർ കുടുംബങ്ങളിൽ നിന്ന് വരുന്നു. പക്ഷേ അതൊരു 30% ആ നിലയ്ക്ക് നമുക്ക് പരിഗണിക്കാനുള്ളത്. അതിനപ്പുറത്ത് എങ്ങനെയാണ് 2023 കണക്കിലും 80% സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ ഈ ഉന്നത ജാതിക്കാർ മാത്രമായി മാറുന്നത് എന്നുള്ള പ്രശ്നം അവിടെയുണ്ട്. അതിനിടയിലാണ് ഇവിടെ ഒരു പട്ടികജാതിക്കാരനായ ഒരു ചീഫ് ജസ്റ്റിസ് നമുക്കുണ്ടാവുന്നത്. മാത്രമല്ല ഈ ചീഫ് ജസ്റ്റിസിൻ്റെ പ്രത്യേകത, അദ്ദേഹം ബുദ്ധമതക്കാരൻ കൂടിയാണ് എന്നുള്ളതാണ്. ഭൂരിപക്ഷ മതത്തിൻ്റെ ഒരു പ്രതിനിധിയായല്ല അദ്ദേഹം അവിടെ നിലനിൽക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന് നേരെ ഉയരുന്ന ഈ ആക്രമണത്തിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണ് എന്നുള്ളത് നമ്മൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ടത്. കാരണം സനാതന ധർമ്മത്തെ എതിർക്കുന്ന ഒരാളെ ഇന്ത്യയിൽ വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഈ 71 കഴിഞ്ഞ മുതിർന്ന അഭിഭാഷകൻ ആ ഷൂ വലിച്ചെറിയുന്നത് ചീഫ് ജസ്റ്റിസിന് നേരെ എന്നത് ഓർക്കണം. അപ്പോൾ അത്രയും കടുത്ത ഒരു പ്രയോഗത്തിലേക്ക് ഈ ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ വലിച്ചെറിയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കാം? അതിനുള്ള പ്രകോപനം എന്തായിരിക്കാം?